13 വയസ്സുള്ള കുട്ടീനെ 30 പേര് ചേർന്ന് 5 ദിവസം നിരന്തരമായിട്ട് പീഡിപ്പിച്ചു. ഇത് നടക്കുന്നത് രാജസ്ഥാൻ ഗാസിയാബാദിലാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി സ്കൂൾ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലോട്ട് ഓട്ടോ വിളിച്ച് പോയതാണ്. ആ ഓട്ടോക്കാരൻ ആ കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് പകരം ഒരു ഹോട്ടൽ റൂമിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയാൽ ഹോട്ടൽ റൂമിന്റെ ഓണർ വന്ന് ആ കുട്ടീനെ നിർബന്ധമായിട്ട് പിടിച്ചുകൊണ്ട് പോയി ഇവിടെ ഫോട്ടോ എടുക്കുകയും ഒരുപാട് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുകയും അതിനുശേഷം ഒരുപാട് ആൾക്കാർ നിരന്തരമായിട്ട് വന്ന് ആ കുട്ടീനെ പല പല ഹോട്ടൽ റൂമുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. മൊത്തത്തിൽ 30 പേരാണ് പീഡിപ്പിച്ചത്. അത് മാത്രമല്ല, ആ കുട്ടി വഴങ്ങാതെ വേദന കൊണ്ട് വിളിച്ചപ്പോൾ ആ കുട്ടിക്ക് മദ്യം കൊടുക്കുകയും മയക്കി കെടുത്തിട്ട് വീണ്ടും പീഡിപ്പിച്ചു. നമ്മുടെ നിയമം ഇത്ര ശക്തമല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്ര ധൈര്യം വരുന്നത്. ഇനി കേരളത്തിൽ ഇതിനേക്കാളും വലിയ വലിയ കേസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല കേട്ടോ. ഇതെല്ലാം ഇന്ത്യയിൽ നടക്കുന്നത് ഇന്ത്യൻ നിയമത്തിന്റെ അടിയിൽ നടക്കുന്ന കാര്യങ്ങളുമാണ്. ഇതിനെങ്കിലും ഒരു ജസ്റ്റിസ് കിട്ടിയാൽ മതി. അതിന് ജസ്റ്റിസ്. പാലക്കാട് 8 വയസ്സുകാരിയെ വസ്ത്രം കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. ഈ കേസിൽ കോൺഗ്രസ് നേതാവാണ് പിടിയിലായത്. കപ്പൂർ സ്വദേശി ഷിഹാബുദ്ദീനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കപ്പൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റാണ് ഇയാൾ. പ്രിയ ഇളവള്ളിമഠം ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. പ്രിയ, നമ്മുടെ നാട്ടിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല, പ്രതിസ്ഥാനത്താണെങ്കിൽ ഒരു പൊതുപ്രവർത്തകനും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത്. പ്രതിയായ ഷിഹാബുദ്ദീന്റെ അയൽവാസിയാണ് ദളിത് പെൺകുട്ടി. നല്ല വസ്ത്രങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് കുട്ടിയെ ഇയാൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. നല്ല വസ്ത്രങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പെൺകുട്ടി ഇയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടി എത്തിയതും ഇയാൾ വിവസ്ത്രനാകുന്നു. അതിനുശേഷം പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ഇയാൾ പെൺകുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു. അതിനുശേഷം വീണ്ടും പെൺകുട്ടി അലറിക്കരഞ്ഞു. അതിനുശേഷം ഇയാളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ് ഉണ്ടായത്. പിന്നീട് സ്വന്തം വീട്ടിലെത്തി കാര്യങ്ങൾ മാതാപിതാക്കളെ ധരിപ്പിക്കുന്നു. മാതാപിതാക്കൾ നേരെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അവിടെ എത്തി പരാതി നൽകുകയും ചെയ്യുകയാണ്. കൂടുതൽ ഈ പെൺകുട്ടിയുടെ മൊഴിയെടുത്ത ശേഷം ഈ ഷിഹാബുദ്ദീന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇയാൾ നാട്ടിൽ വളരെ ജനകീയനായ നേതാവാണ്. കപ്പൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ UDFന് വേണ്ടി സജീവമായി പ്രചാരണ രംഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരാളിൽ നിന്നാണ് അയൽവാസിയായ ഒരു പെൺകുട്ടിക്ക്, അതൊരു ദളിത് പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ക്രൂരമായ ഒരു അനുഭവം ഉണ്ടാകുന്നത്. 8 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ്. ഇതിനൊക്കെ എന്ത് നിയമം കൊണ്ടുവരുന്നതാണ്? നമ്മുടെ കേരളത്തിലെ നിയമം, നമ്മുടെ ഇന്ത്യയുടെ നിയമം മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചു പോയി. ഇവനൊക്കെ പോലുള്ളവനെ തല്ലി കൊല്ലുക ചെയ്യണം. പന്നനാറി.